Now solution to elliptical cross section. നേരത്തെ കണ്ടത് സർക്കുലർ ആയിരുന്നു. ഇതുപോലെ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന വാർപ്പിംഗ് ഫംഗ്ഷൻ എത്രയാണ്, അതിൻ്റെ വാല്യൂ, അതിനകത്ത് എന്തെങ്കിലും കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻ്റെ വാല്യൂ ഇതെല്ലാം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ സിമിലർ പ്രൊസീജിയറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അസംഷൻ ഇതാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. Assume the warping function psi is equal to a constant a into xy. നേരത്തെ എടുത്തത് psi is equal to constant ആയിരുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് psi equal to a into xy എന്നൊരു ഫംഗ്ഷനാണ്. നമുക്ക് ഇനി കാണുമ്പോൾ അറിയാം, ആഫ്റ്റർ ദ ഡെറിവേഷൻ വി ഗെറ്റ് ദ ക്രോസ് സെക്ഷൻ വിൽ ബി അൻ എലിപ്സ്. സോ അസ്യൂം ദാറ്റ് psi equal to xy. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം തന്നെ ഇത് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ it should satisfy the Laplace equation. So check del square psi is equal to 0. Del square psi എന്ന് പറഞ്ഞാൽ dou square psi by dou x square plus dou square psi by dou y square. വാർപ്പിംഗ് ഫംഗ്ഷനെ എക്സ് ഉപയോഗിച്ച് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര വരും? ഒരു തവണ എടുക്കുമ്പോൾ dou psi by dou x become ay. Again ഒരു തവണ എടുക്കുമ്പോൾ dou square psi by dou x square become 0. അപ്പോൾ ഫസ്റ്റിൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ സെക്കൻഡും ഡിഫറൻഷിയേറ്റ് psi വിത്ത് റെസ്പെക്ട് ടു y 2 ടൈംസ്. ഇവിടെ വൈയുടെ ഡിഗ്രി 2 ആണ്, സോറി സിംഗിൾ 1 ആണ്. അതിൻ്റെ അർത്ഥം ആഫ്റ്റർ ഫസ്റ്റ് ഡിഫറൻഷിയേഷൻ ഇറ്റ് ബിക്കം ax, then second differentiation with respect to y it becomes 0. So actually it becomes 0 plus 0, that gives 0. So it satisfies. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ how to find the value of the constant a? എയുടെ വാല്യൂ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി വാർപ്പിംഗ് ഫംഗ്ഷൻ psi. അതാണ് നമ്മുടെ പ്രാൻഡിൽ മെത്തേഡ് പറയുന്നത്, സെൻറ്റ് മാനിസ് മെത്തേഡ് പറയുന്നത്. സോ നൗ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ എഴുതാം. വി ഹാവ് ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ dou psi by dou x minus y into dy by ds minus dou psi by dou y plus x into dx by ds is equal to 0. Now dou psi by dou x, dou psi by dou y, ഇത് രണ്ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. From the working function assumption psi equal to axy, so we differentiate psi with respect to x 1 time, so it become ay. So ay minus y dy by ds minus dou psi by dou y with respect to y ഒരു തവണ ചെയ്യുമ്പോൾ x വരും, ax plus x dx by ds is equal to 0. ഇവിടെ y കോമൺ ആണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ x കോമൺ ആണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. So equation become a minus 1 into y dy by ds minus a plus 1 into x dx by ds is equal to 0. Again multiply the entire equation with minus. ഒരു നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ a minus 1 എന്നുള്ളത് 1 minus a ആകും. So it become 1 minus a into y dy by ds. Then ഇവിടെ നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആകും, പ്ലസ് a plus 1 into x dx by ds is equal to 0. Now we get a differential equation. ഇതിനകത്ത് dy by ds ഉണ്ട്, dx by ds ഉണ്ട്. ഇനി നിങ്ങൾ ഓൾറെഡി മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ദ സൊല്യൂഷൻ ഫോർ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് എഴുതാം. അതായത് there will be a function of x and y. If you differentiate that function with respect to s, you will get this differential equation. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഏതാണ്? So with the minimum knowledge I can directly write it will be the function 1 minus a into y square plus 1 plus a into x square. ഇതായിരിക്കും ആ ഫംഗ്ഷൻ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. d by ds. Differentiate this function with respect to s. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ it will be having x and y. നോക്കുക, if you first time if you differentiate with respect to s എന്ത് വരും? 1 minus a കോൺസ്റ്റന്റ് ആണ്, so 1 minus a തന്നെ വരും. y സ്ക്വയറിൻ്റെ ഡിഫറൻഷിയേറ്റ് with respect to s എന്ത് വരും? 2y into dy by ds എന്ന് വരും. So 2y into dy by ds. ഒരു 2 മിച്ചമുണ്ട്, അത് കുഴപ്പമില്ല, കാരണം രണ്ട് ടേമേ ഉള്ളൂ. രണ്ട് ടേമിലും 2 വരും. റൈറ്റ് സൈഡ് 0 ആണ്, അത് ക്യാൻസൽ ആയി പൊക്കോളും.
Then second time differentiation with respect to s എന്നങ്ങ് വരും 1 plus a constant ആണ് പുറത്തേക്ക് എടുത്തു x square differentiation with respect to s എത്ര വരും 2x into dx by ds അതാണ് ഇവിടെ x into dx by ds കിടക്കുന്നത് ഇവിടെ 2 എക്സ്ട്രാ വരും ഈ 2 റൈറ്റ് സൈഡിലെ 0 ആയതുകൊണ്ട് രണ്ടും ക്യാൻസൽ ആയിക്കോളും കുഴപ്പമില്ല സോ ദിസ് വിൽ ബി ദ ഫംഗ്ഷൻ whose derivative with respect to x gives this one അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം this should be equal to 0 അപ്പോൾ ഇത് നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അതിൻ്റെ നോളജ് വെച്ച് മാത്തമാറ്റിക്സിൽ നിന്ന് കിട്ടുന്ന നോളജ് വെച്ചാണ് നമ്മൾ ഈ ഇക്വേഷൻ ഈ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് 0 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയായിരിക്കണം ഏതൊരു ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കണം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ദ സൊല്യൂഷൻ ഈസ് 1 മൈനസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് 1 പ്ലസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് ഇനി if you divide with respect divide the LHS and RHS with the C ഇവിടെ divide by C വരും ഇവിടെ divide by C വരും സോ റൈറ്റ് സൈഡിൽ നമുക്ക് 1 കിട്ടും ഇവിടെ y സ്ക്വയർ ഉണ്ട് ഇവിടെ x സ്ക്വയർ ഉണ്ട് ഞാൻ ഈ ടൈം ഫസ്റ്റ് എഴുതുന്നു ഈ ടൈം സെക്കൻഡ് എഴുതുന്നു മാത്രമല്ല 1 മൈനസ് എ ഞാൻ ഡിനോമിനേറ്റർ കൊണ്ടുവരിക ഡിവൈഡഡ് ബൈ 1 മൈനസ് എ അപ്പോൾ എനിക്കിത് ഇവിടുന്ന് കളയാം എല്ലാം ഒന്ന് തന്നെ സെയിം ആണ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ സി ബൈ 1 മൈനസ് എ എന്ന് പറഞ്ഞാലും 1 മൈനസ് എ ഇൻറ്റു വൈ സ്ക്വയർ ബൈ സി എന്ന് പറഞ്ഞാൽ സെയിം ആണ് അതുപോലെ ഇവിടെ 1 പ്ലസ് ഞാൻ ഡിനോമിനേറ്റർ കൊണ്ടുവരിക 1 പ്ലസ് എ സോ ദിസ് വിൽ ബി ദി ഇക്വേഷൻ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫസ്റ്റും ഇത് സെക്കൻഡ് ഇക്വേഷൻ എഴുതുക എന്ത് വരും എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സി ബൈ 1 പ്ലസ് എ പ്ലസ് സെക്കൻഡ് y square divided by c by 1 minus i equal to 1 ഈ ഒരു ഫോമിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് മോഡിഫിക്കേഷൻസ് നോക്കുക ദിസ് വിൽ ബി ഇൻ ദ ഫോം എക്സ് സ്ക്വയർ ബൈ സം കോൺസ്റ്റൻറ്റ് പ്ലസ് വൈ സ്ക്വയർ ബൈ സം അനദർ കോൺസ്റ്റൻറ്റ് ഗീവ്സ് 1 ഇത് നമ്മൾ നേരത്തെ പഠിച്ച കോർഡിനേറ്റ് ജോമെട്രിയിലൊക്കെ പഠിച്ച ഇക്വേഷനാണ് ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് ഇത് എലിപ്സിൻ്റെ ഇക്വേഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഡു യു റിമെമ്പർ ദി എലിപ്സ് എന്ന് പറയുമ്പോൾ അതിന് എക്സ് വൈ ആക്സിസിൽ ഇങ്ങനെ ഒരു എലിപ്സ് ആണെങ്കിൽ അതിൽ എക്സ് ആക്സിസിലെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ മേജർ ആക്സിസ് ലെങ്ത് എന്ന് പറയുന്നത് 2a ആയിരിക്കും ഇതാണ് 2a ദെൻ ഇത് മൈനർ ആക്സിസ് എന്ന് പറയും നീളം കുറഞ്ഞ ആക്സിസ് ആണ് ദാറ്റ് വിൽ ബി 2b അതായത് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് എക്സിലേക്ക് എയും നെഗറ്റീവ് എക്സിലേക്ക് എയും പോസിറ്റീവ് വൈയിലേക്ക് ബിയും നെഗറ്റീവ് വൈയിലേക്കും ബി അങ്ങനെയാണ് ടോട്ടൽ മേജർ ആക്സിസ് 2a മൈനർ ആക്സിസ് 2b വരുന്നത് നൗ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എലിപ്സ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ഇതാണ് ഇക്വേഷൻ സോ യു കമ്പയർ ദീസ് ടു ഇക്വേഷൻസ് അങ്ങനെയാണെങ്കിൽ എന്ത് വരും ഈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മേജർ ആക്സിസിൻ്റെ ടോട്ടൽ ലെങ്തിൻ്റെ പകുതി അതിൻ്റെ സ്ക്വയർ ആണ് എ സ്ക്വയർ അതിവിടെ എത്രയാണ് വാല്യൂ സി ബൈ 1 പ്ലസ് ഐ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇംപ്ലൈസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബൈ 1 പ്ലസ് ഐ അതുപോലെ ബി സ്ക്വയർ ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ നൗ ഇഫ് യു ഡിവൈഡ് ദീസ് ടു എന്ത് കിട്ടും എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബൈ 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ സി ക്യാൻസൽ ആകും ബാക്കി 1 മൈനസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ അപ്പോൾ എയും ബിയും നമ്മുടെ എ ക്യാപിറ്റൽ എ എന്ന കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള റിലേഷൻ കിട്ടി ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിട്ട കോൺസ്റ്റൻ്റ് ആണ് ഏതാണത് ദാറ്റ് ഈസ് ഫ്രം ദി വാർപ്പിംഗ് ഫംഗ്ഷൻ സൈക്കകത്തെ ക്യാപിറ്റൽ എ ആണ് അപ്പോൾ ആ എ കണ്ടുപിടിക്കാനുള്ള ഒരു റിലേഷൻ ഓൾറെഡി നമുക്ക് കിട്ടി ദാറ്റ് ഈസ് ഈ ക്യാപിറ്റൽ എയും സ്റ്റാൻഡേർഡ് എലിപ്സിനകത്തെ സ്മോൾ എ സ്മോൾ ബി അത് തമ്മിലുള്ള റിലേഷൻ കിട്ടി സോ ഫ്രം ദിസ് ഐ ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ക്യാപിറ്റൽ എ അപ്പോൾ ക്യാപിറ്റൽ എവിടെ നിന്ന് വേണം എന്ത് ചെയ്യണം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ ക്യാപിറ്റൽ എയുടെ ഇക്വേഷൻ എഴുതുക അപ്പോൾ എന്ത് വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം സ്മോൾ എ സ്ക്വയർ ഉണ്ട് 1 പ്ലസ് എ വരും അതായത് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ദെൻ ബി സ്ക്വയർ ഉണ്ട് 1 മൈനസ് എ സോ ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാപിറ്റൽ എ ഉള്ള ടേംസ് ഒരുമിച്ച് എഴുതുന്നു സോ ഇറ്റ് ബിക്കം ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും സോ നെഗറ്റീവ് പോസിറ്റീവ് ആകും സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ഈക്വൽ ടു ഇത് റൈറ്റ് സൈഡിലേക്ക് പോകും സോ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇതിൽ നിന്നും ക്യാപിറ്റൽ എഴുതാം സോ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ്
a square. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് ഫൈൻഡിങ് ആണ് ക്യാപിറ്റൽ എ. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എ ഇൻ ദി വാർപ്പിംഗ് ഫംഗ്ഷൻ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദറ്റ് വാർപ്പിംഗ് ഫംഗ്ഷൻ. സോ ഞാൻ വാർപ്പിംഗ് ഫംഗ്ഷൻ എഴുതുവാണ്. psi is equal to capital A is b square minus a square divided by b square plus a square into psi. That is the required warping function. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ നേരത്തെ എഴുതിയതാണ്. ടോർക്ക് ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ജി തീറ്റ എന്നാണ്. അല്ലെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ജി ജെ ഇൻറ്റു തീറ്റ. ഇവിടെ ഒരു കാര്യം ഓർക്കുക, വാല്യൂ ഓഫ് ക്യാപിറ്റൽ ജെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇറ്റ് വിൽ ബി പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻ കേസ് ഓഫ് എ സർക്കുലർ ബാർ. ഇതൊരു എലിപ്റ്റിക്കൽ ബാറാണ്. എലിപ്റ്റിക്കൽ ബാർ ആണെങ്കിൽ ഈ പറയുന്ന ജെയുടെ വാല്യൂ അത് നിങ്ങൾ ഓർത്തിരിക്കണം. ജെ ഈസ് ഈക്വൽ ടു പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി എങ്ങനെയാണ് ഈ ജെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ, ഒരു പക്ഷേ ചില യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ജെ ഇൻ്റഗ്രൽ. അത് നമുക്ക് പിന്നീട് ഈ ഡെറിവേഷന് ശേഷം കാണാം. സോ ഈ വാല്യൂ ഫൈനൽ വാല്യൂ ഓർത്തിരിക്കണം. ജെ ഈസ് ഈക്വൽ ടു പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനകത്ത് തീറ്റ എങ്ങനെ എഴുതാം? തീറ്റ ഈസ് നേരത്തെ പറഞ്ഞു angle of twist per unit length. So theta is equal to T divided by G into 1 by J is equal to T by G into J reciprocal എടുത്തുക. So a square plus b square divided by pi a cube b cube. സോ ഇതാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്. എന്തൊക്കെ അറിയാമെങ്കിൽ ടോർക്ക് ടി, ജി റിജിഡിറ്റി മോഡുലസ്, ദെൻ മേജർ ആക്സിസ് മൈനർ ആക്സിസിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്. ഇനി നമ്മൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി കണ്ടു ആകെ രണ്ട് സ്ട്രെസ് മാത്രമേ ഉള്ളൂ. ഷിയർ സ്ട്രെസ് രണ്ടെണ്ണേ ഉള്ളൂ. ടൗ വൈ ഇസഡ്, ടൗ എക്സ് ഇസഡ്, ഈ രണ്ട് വാല്യൂ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ഷിയർ സ്ട്രെസ് വാല്യൂ അതുപോലെ തന്നെ നോർമൽ സ്ട്രെസ് വാല്യൂ 0 ആണ്. സോ നമ്മുടെ ഫൈൻഡിങ്സ് ഇതാണ് ഇതുവരെ ഉള്ളത്. വാർപ്പിംഗ് ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. എയുടെ വാല്യൂ കിട്ടി ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എ ക്യൂബ് ബി ക്യൂബ്. നൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ്സസ്, ഫസ്റ്റ് ഷിയർ സ്ട്രെസ് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ടൗ വൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഓൾറെഡി ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. ടൗ വൈ ഇസഡ് ഈസ് ഈക്വൽ ടു ജി തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ വൈ പ്ലസ് എക്സ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഡോ സൈ ബൈ ഡോ വൈയുടെ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. ബട്ട് ഇസ് ഡോ സൈ ബൈ ഡോ വൈ. ഈ സൈയെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ ആകപ്പാട് ഒരു എക്സും ഒരു വൈ മാത്രമേ ഉള്ളൂ. സോ ഡോ സൈ ബൈ ഡോ വൈ ബിക്കം ജി തീറ്റ ഇൻറ്റു ബി സ്ക്വയർ minus a square divided by b square plus a square into x. ഇതാണ് ഡോ സൈ ബൈ ഡോ വൈ പ്ലസ് എക്സ്. ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. ഇസ് ഈക്വൽ ടു ഇത് എക്സ് രണ്ടെണ്ണം ഉണ്ട്. രണ്ട് ടൈമിൽ ഓരോ എക്സ് ഉള്ളതുകൊണ്ട് വി ക്യാൻ ടേക്ക് എക്സ് ആസ് എ കോമൺ ഫാക്ടർ. സോ ജി തീറ്റ ഇൻറ്റു എക്സ്, ദെൻ ബോക്സിനുള്ളിൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ b square plus a square plus 1. ഇനി ഇതിനെ എനിക്ക് എൽസിയം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. സോ ടൗ വൈ സെഡ് ഈസ് ഈക്വൽ ടു ജി തീറ്റ എക്സ്. എൽസിയം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ അത് തന്നെ വരും. സെക്കൻഡ് ടൈം പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ b square plus a square. Now ഇവിടെ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ക്യാൻസൽ ആകും. ബാക്കിയുള്ളത് 2b സ്ക്വയർ വരും ന്യൂമറേറ്ററിൽ. ജി തീറ്റ എക്സ് 2b സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. തീറ്റയുടെ വാല്യൂ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
കണ്ടുപിടിച്ചിട്ടുണ്ട് T by J. So G into theta become T by G into A square plus B square divided by pi A cube B cube. ഇത്രയാണ് തീറ്റ. ഇനി x then ഇട്ടെ 2b square divided by b square plus a square. ഇപ്പോഴാണ് കംപ്ലീറ്റ് ടൈംസ് ആയത്. സോ tau yz equal to ചില ടൈംസ് ഒക്കെ ക്യാൻസൽ ആകും. ആദ്യം ജി ക്യാൻസൽ ആകും. ദെൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ക്യാൻസൽ ആകും. ദെൻ റിമൈനിങ് ടൈംസ് എന്ത് വരും? ഇറ്റ് ബിക്കം ഓക്കെ ബി സ്ക്വയർ ന്യൂമറേറ്ററിലുണ്ട്, ഇവിടെ ബി ക്യൂബ് ഉണ്ട്. സോ രണ്ട് ബി സ്ക്വയർ ക്യാൻസൽ ആയാൽ ബാക്കി ഡിനോമിനേറ്ററിൽ ഒരു ബി മാത്രമേ ഉള്ളൂ. സോ ക്യാൻസലേഷൻ കഴിഞ്ഞാൽ പിന്നെ വെച്ചുള്ളത് 2tx, ദാറ്റ് ഇസ് ന്യൂമറേറ്റർ 2tx. ഡിനോമിനേറ്ററിലോ പൈ എ ക്യൂബ് ബി മാത്രമേ ഉള്ളൂ, പൈ എ ക്യൂബ് ബി. ഇതാണ് ഫസ്റ്റ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ടൗ വൈസ്. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഷിയർ സ്ട്രെസ് ഏതാണ്? ടൗ എക്സ് സെഡ് ആണ്. ടൗ എക്സ് സെഡ് ഈസ് ഈക്വൽ ടു ഏതാണ് ഇക്വേഷൻ? ജി തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് വൈ. സെയിം പ്രൊസീജിയറാണ്. ജി തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് എത്ര വരും? ബി സ്ക്വയർ minus a square divided by b square plus a square into y minus y. So y common term ആണ്. So g theta y b square minus a square divided by b square plus a square minus 1 equal to g theta y. LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. b square minus a square minus ഇത് b square plus a square divided by b square plus a square equal to g theta y. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ഇവിടെ ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻസൽ. ദെൻ റിമൈനിങ് ഈസ് മൈനസ് a square minus a square. So minus 2a square divided by a square plus b square. G theta y minus 2a square divided by b square plus a square. Substitute the value of theta. Therefore tau xz is equal to g into y ആദ്യം എഴുതുന്നു. g into y into theta is t by j t by g a square plus b square divided by pi a cube b cube, then into minus 2 a square divided by b square plus a square. നേരത്തെ പോലെ തന്നെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ രണ്ടും ക്യാൻസൽ ആവും. ദെൻ ജി ആൻഡ് ജി ക്യാൻസൽ ആവും. എ സ്ക്വയർ ഇവിടെ ഒരു എ സ്ക്വയർ ക്യാൻസൽ ആവും. സോ എ ക്യൂവിൽ നിന്നും എ സ്ക്വയർ പോകും. ബാക്കി റിമൈനിങ് ഒരേ ഇവിടെ തന്നെയുണ്ട്. സോ റിമൈനിങ് ടൈംസ് എന്തൊക്കെ വരും? സോ ടൗ എക്സ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് 2t y മൈനസ് 2t y ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ പൈ എ ബി ക്യൂബ് പൈ എ ബി ക്യൂബ്. സോ ഇതാണ് സെക്കൻഡ് ഷിയർ സ്ട്രെസ്. അപ്പോൾ നോക്ക്, ഈ രണ്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നിങ്ങൾ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഫൈനൽ ഇക്വേഷൻ ഓർത്തിരിക്കണം. ട വൈ ഇസ് 2tx ബൈ പൈ എ ക്യൂബ് ബി. ഇവിടെ 2ty ഡിവൈഡ് ബൈ പൈ എ ബി ക്യൂബ്. ഇവിടെ x ആണ്, ഇവിടെ y ആണ്. ഇവിടെ എയുടെ ക്യൂബ്, ഇവിടെ ബിയുടെ ക്യൂബ്. ഇവിടെ ബി, ഇവിടെ എ. ദെൻ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. സോ ഇങ്ങനെ സിമിലാരിറ്റി ഉണ്ട് രണ്ടും തമ്മിൽ. രണ്ട് ഷിയർ സ്ട്രെസ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ് അതാണ് ലാസ്റ്റ് വാല്യൂ ഓഫ് റിസൾട്ടൻ്റ്.
R is equal to root of tau xz square plus tau yz square is equal to ആദ്യം ഇതിൻ്റെ സ്ക്വയർ ചെയ്യുക 2t ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ് രണ്ടിലെ കോമൺ ടൈം 2t ഉണ്ട് അതുകൊണ്ട് ഞാൻ മാറ്റി എഴുതുന്നു ദെൻ എക്സ് 2t by pi okay let it be 2tx divided by pi a cube b all square plus minus 2ty by pi a b cube അതിൻ്റെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോഴത്തേക്കും മൈനസ് പോസിറ്റീവ് ആയിക്കോളും സോ വിഷയമാവുന്നില്ല 2ty divided by pi a b cube the whole square അപ്പോൾ ഇവിടെ 2t ഡിവൈഡഡ് ബൈ പൈ എ ബി അത് കോമൺ ടൈം ആണ് അതായത് ഇങ്ങനെ എഴുതാം ഡിവൈഡഡ് ബൈ 2t ബൈ പൈ എ ബി ഓൾ സ്ക്വയർ ബാക്കി എന്തൊക്കെയുണ്ട് എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ all square plus y divided by b square the whole square മനസ്സിലാക്കുക അതായത് ഈ സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള രണ്ട് ടേംസിൽ നിന്നും ഞാൻ കോമൺ ടൈം ബാക്കിൽ പുറത്തേക്ക് എടുത്തു അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി സംശയം ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി അതായത് ഈ കോമൺ ടൈം അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടൈം എന്ത് വരും ഇത് 2t സ്ക്വയർ ഉണ്ട് ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട് അപ്പോൾ എന്തൊരു 2tx സ്ക്വയർ അതാണിത് 2tx സ്ക്വയർ ഡിനോമിനേറ്റർ പൈ എ ബി സ്ക്വയർ ദെൻ എ സ്ക്വയർ സ്ക്വയർ അപ്പോൾ എന്ത് വരും പൈ എ ബി ഇൻറ്റു എ സ്ക്വയർ ദറ്റ് ഈസ് പൈ എ ക്യൂബ് ബി ഓൾ സ്ക്വയർ പൈ എ ക്യൂബ് ബി ഓൾ സ്ക്വയർ തെറ്റില്ല അപ്പോൾ ഞാൻ കോമൺ ടൈം അതുപോലെ ഞാൻ ബുദ്ധിപൂർവ്വം എടുത്തതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കോമൺ ടൈം ഇത് സ്ക്വയർ ആണ് അത് സ്ക്വയർ റൂട്ടിൽ പുറത്തേക്ക് എടുക്കാം അപ്പോൾ എന്ത് വരും ഇറ്റ് ബിക്കം 2t ഡിവൈഡഡ് ബൈ പൈ എ ബി എന്ന് വരും ബാക്കി റിമൈനിങ് ടൈം മാത്രം സ്ക്വയർ റൂട്ടിനുള്ളിൽ വരും ഏതാ എക്സ് ഡിവൈഡഡ് ബൈ a square the whole square plus y divided by b square the whole square അതായത് x square divided by അങ്ങനെ എഴുതാം x square by a raised to 4 plus y square divided by b raised to 4 ഇനി അതുമല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 2t divided by pi a b into root of a raised to 4 b raised to 4 into b raised to 4 x square plus a raised to 4 y square ഇത് a raised to 4 b raised to 4 എനിക്ക് സ്ക്വയർ റൂട്ടിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ it become 2t divided by pi a b into a raised to 4 b raised to 4 ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ a square b square ആണ് a square b square അത് സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് വന്നു then remaining is square root ഉള്ളിൽ b raised to 4 x square plus a raised to 4 y square ഇത്രയേ ഉള്ളൂ ഇതെന്താണ് എ ബി ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ദാറ്റ് ഇസ് പൈ എ ക്യൂബ് ബി ക്യൂബ് എന്ന് വരും 2t ഡിവൈഡഡ് ബൈ പൈ എ ക്യൂബ് ബി ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് ബി റേസ് ടു 4 എക്സ് സ്ക്വയർ പ്ലസ് എ റേസ് ടു 4 വൈ സ്ക്വയർ ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ് ടൗ ആർ ഇനി ഒരു കൺക്ലൂഷൻ കൂടിയുണ്ട് അതായത് വാട്ട് വിൽ ബി ദ മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് നമ്മൾ നേരത്തെ മുതൽ കാണുന്നതാണ് ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് വിൽ ബി അറ്റ് ദി ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ വെൻ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ അതൊക്കെ പഠിച്ചിട്ടുണ്ട് അതേസമയം ഇതുപോലൊരു എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എവിടെ ആയിരിക്കും അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക ഇവിടെ ടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ടി കോൺസ്റ്റൻ്റ് ആണ് എയും ബിയും തന്നിരിക്കുന്ന ആ പ്രൊഫൈൽ അനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും ബിക്കോസ് ദോസ് ആർ മേജർ ആൻഡ് മൈനർ ആക്സിസ് ലെങ്ത് പിന്നെയുള്ള ഏതൊക്കെയാണ് വേരിയബിൾസ് എക്സും വൈയും മാത്രമാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വരച്ച ഫിഗർ എടുക്കുന്നു ഇതാണ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ എന്നിരിക്കട്ടെ സപ്പോസ് പോയിന്റ് ഇതാണ് ഈ ഒരു പോയിന്റിൽ ഈ ക്രോസ് സെക്ഷൻ ഇതാണ് ഷാഫ്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ എങ്കിൽ ഈ ഒരു പോയിന്റിൽ അതിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ വേണമെങ്കിൽ ഏതൊക്കെ വേണം ഇതാണ് അതിൻ്റെ എക്സ് ഇതാണ് അതിൻ്റെ വൈ ഈ എക്സും വൈയും വേണം അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക
ദെൻ എയും ബിയും വേണം. പിന്നെ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 2a മേജർ ആക്സിസ് ലെങ്ത്, അതിൻ്റെ പകുതി ഇതാണ് എ. അപ്പം മൈനർ ആക്സിസിൻ്റെ ടോട്ടൽ ലെങ്തിൻ്റെ പകുതിയാണ് ബി. ആ രണ്ട് വാല്യൂം വേണം, അതാണ് എയും ബിയും. പിന്നെ വേണ്ടത് ടി, ഈ ഒരു സെക്ഷനിലെ ടോർക്കിൻ്റെ വാല്യൂ, ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ് അത് വേണം. ഇത്രയും കാര്യങ്ങൾ മതി. നൗ മാക്സിമം വാല്യൂ അപ്പോൾ എത്രയായിരിക്കും അതറിയണമെന്നുണ്ടെങ്കിൽ എക്സും വേണം വൈയും വേണം, ബിക്കോസ് ടൗ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ വെച്ചിട്ട്. നമുക്കറിയാവുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ എലിപ്സ് ആണ്. എന്താണ് എലിപ്സിൻ്റെ ഇക്വേഷൻ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഇൻ ടേംസ് ഓഫ് വൈ സ്ക്വയർ. എന്ത് വരും? ഇവിടെ നിന്നും എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എഴുതിയാൽ 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വരും. ഈ എക്സ് സ്ക്വയറിൻ്റെ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഷിയർ സ്ട്രെസ് വിൽ ബി ഫംഗ്ഷൻ ഓൺലി ഓഫ് വൈ എന്ന് വരും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഷിയർ സ്ട്രെസ് റിസൾട്ടൻ്റ് വാല്യൂ ടൗ ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2t ഡിവൈഡഡ് ബൈ പൈ എ ക്യൂബ് ബി ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് ഈ എക്സ് സ്ക്വയറിന് പകരം ഇതാ ഇത്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ബി റേസ് ടു 4 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? എ സ്ക്വയർ ബി റേസ് ടു 4 ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് എ റേസ് ടു 4 വൈ സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. Therefore, tau r is equal to 2t divided by pi a cube b cube root of ഇവിടെ ഇത് രണ്ടും ബോക്സിനുള്ളിലേക്ക് എടുക്കുക. സോ എ സ്ക്വയർ ബി റേസ് ടു 4 മൈനസ് എ സ്ക്വയർ ബി റേസ് ടു 4 വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ b square plus a raised to 4 y square ഇതാണ് വരിക. is equal to ഇവിടെയും b raised to 4 b square ഉണ്ട്. so this 4 become 2. so it become 2t divided by pi a cube b cube. then a square here it is minus a square b square y square, here it is plus a raised to 4 y square. അപ്പോൾ y സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ a raised to 4 ഇവിടെ മൈനസ് a സ്ക്വയർ b സ്ക്വയർ. അപ്പം അത് y സ്ക്വയർ കോമൺ ആയിട്ട് എഴുതുന്നു. റൂട്ട് ഓഫ് a സ്ക്വയർ b raised to 4 ഇത് ആദ്യത്തെ ടേം എഴുതുന്നു. a raised to 4 y സ്ക്വയർ മൈനസ് a സ്ക്വയർ b സ്ക്വയർ y സ്ക്വയർ. ഇതിൽ നിന്ന് y സ്ക്വയർ പുറത്തേക്ക് എടുത്തു, കോമൺ ടൈം ആണ്. സോ ഇറ്റ് ബിക്കം plus a raised to 4 minus this one a square b square y square. വേണമെങ്കിൽ a square b square കോമൺ ടൈം ആണ്, പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു a square b square പുറത്തേക്ക് എടുക്കാം. സോറി a square അല്ല, a square മാത്രം പുറത്തേക്ക് എടുക്കാം, a square ഉള്ളി. സോ 2t ഡിവൈഡഡ് ബൈ പൈ a ക്യൂബ് b ക്യൂബ് റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? പിന്നെ ബി റേസ് ടു 4 പ്ലസ് ഇവിടെ എ സ്ക്വയർ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് എ സ്ക്വയർ മൈനസ് ഇവിടെ എ സ്ക്വയർ എടുത്താൽ പിന്നെ ബി സ്ക്വയർ ഉള്ളൂ ഇൻറ്റു വൈ സ്ക്വയർ. ഇത് റൂട്ടിന് പുറത്തേക്ക് വരും. സോ ഇറ്റ് ബിക്കം എ സ്ക്വയർ ബി ക്യൂബ് എന്ന് വരും. So tau r is equal to 2t divided by a സ്ക്വയറിൻ്റെ റൂട്ട് അത് പുറത്തേക്ക് വരുന്നു. സോ എ വരും, ഒരു എ ക്യാൻസൽ ആകും. 2t ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ ബി ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് ബി റേസ് ടു 4 പ്ലസ്
a square minus b square into y square. So this is the final equation for shear stress in terms of y only. ഇതിനകത്ത് ഒരേ ഒരു വേരിയബിളേ ഉള്ളൂ y മാത്രം. ബാക്കിയെല്ലാം നോക്കുക എ ബി ദെൻ ടി, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇതാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. സോ ഇറ്റ് ഈസ് ഓൺലി ഫംഗ്ഷൻ ഓഫ് y. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം വൈയുടെ വാല്യൂ കൂടുവാണെങ്കിൽ ഈ ടേമിൻ്റെ വാല്യൂ കൂടും, കാരണം y സ്ക്വയർ ആണ്. ദെൻ ഈ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടും. ഇതിൻ്റെ വാല്യൂ കൂടുവാണെങ്കിൽ റൂട്ടിനകത്തിരിക്കുന്നതിൻ്റെ വാല്യൂ കൂടും. ദാറ്റ് മീൻസ് ടവറിൻ്റെ വാല്യൂ കൂടും. സോ when y increases, tau r also increases. So resultant stress become maximum shear stress എപ്പോഴായിരിക്കും? when y is equal to maximum value. yക്ക് മാക്സിമം വാല്യൂ വരുമ്പോഴായിരിക്കും ഷിയർ സ്ട്രെസ് മാക്സിമം ആവുന്നത്, റിസൾട്ടൻറ്റ് ഷിയർ സ്ട്രെസ് മാക്സിമം ഷിയർ സ്ട്രെസ് ആവുന്നത്. ഇനി നോക്കുക വൈയുടെ വാല്യൂ ഏറ്റവും മാക്സിമം എവിടെ വരാം? ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് y എവിടം വരെ പോകാം? ഇവിടം വരെ പോകത്തുള്ളൂ, ബിക്കോസ് ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ മാക്സിമം വരണമെങ്കിൽ ഈ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് മാക്സിമം എന്ന് പറയും. സോ ഇത് എത്രയാണ് ഇതിൻ്റെ വാല്യൂ? ടോട്ടൽ ലെങ്ത് ഓഫ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദിസ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് എത്രയായിരിക്കും? d. സോ വെൻ y is equal to plus b അല്ലെങ്കിൽ y is equal to minus b, അതാണ് yക്ക് എടുക്കാവുന്ന മാക്സിമം വാല്യൂ. അപ്പോൾ ഞാൻ എഴുതുന്നു therefore when y is equal to plus or minus b, shear stress, resultant shear stress become a maximum shear stress. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്ത് വരും? tau max is equal to നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ വൈക്ക് പകരം ബി ഇട്ടാൽ മതി. എത്ര വരും? വൈ സ്ക്വയറിന് പകരം എന്ത് വരും? ഇപ്പം പ്ലസ് ഇട്ടാലും മൈനസ് ഇട്ടാലും വൈ സ്ക്വയറിന് പകരം ബി സ്ക്വയർ വരും. സോ 2t ഡിവൈഡഡ് ബൈ പൈ a square b cube root of b raised to 4 plus a square minus b square into y സ്ക്വയറിന് പകരം ബി സ്ക്വയർ വരും. ഇനി നോക്കുക ഈ ബി സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എ സ്ക്വയർ ബി സ്ക്വയർ വരും മൈനസ് ബി റേസ് ടു 4, എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് ബി റേസ് ടു 4 എന്ന് വരും. ഫൈൻ. പ്ലസ് ബി റേസ് ടു 4 മൈനസ് ബി റേസ് ടു 4 രണ്ട് ക്യാൻസൽ ആകും. ദ റിമൈനിങ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ ബി സ്ക്വയർ. എന്താണ് റൂട്ട് ഓഫ് എ സ്ക്വയർ ബി സ്ക്വയർ? എ ബി ആണ്. സോ ഇറ്റ് ഈസ് 2t ഇൻറ്റു എ ബി ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ ബി ക്യൂബ് എന്ന് വരും. ഇതിൽ നിന്നും ഒരു എ ഇവിടെ ക്യാൻസൽ ആകും, താഴെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആകും. ബി ഡിനോമിനേറ്ററിൽ ബി ക്യൂബ് ഉണ്ട്, ദാറ്റ് ബിക്കം ബി സ്ക്വയർ. സോ ദ റിസൾട്ട് ഈസ് മാക്സിമം ഷിയർ സ്ട്രെസ് tau max is equal to, my equation is 2t divided by pi a b square. So this is another important equation. Derivation ഓർത്തിരിക്കണം. അതുപോലെ ഫൈനൽ വാല്യൂ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസും ചെയ്യാം.